أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك عثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ അവന്റെ മാർഗത്തിലെ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫ് 21 ആയത്താണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മിക്കവാറും റമദാന് നമ്മൾ ഈ ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും കൂടി ഒന്നിച്ച് ചേരാൻ പറ്റുന്ന ഒരു സമയത്ത് നമുക്ക് പിന്നെ ഈ ക്ലാസ് തുടരുന്നതാണ് നല്ലത്. പക്ഷെ അതേസമയം റമദാന് സാധാരണ ഞാൻ ചെയ്യുന്ന രൂപത്തിലുള്ള റമദാൻ മ്യൂസിക്സ് അതുണ്ടാകും. ഇത്തവണ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹു ആരെയാണ് ഇഷ്ടപ്പെടുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ എന്ന ഒരു ടൈറ്റിലിൽ നിന്നിട്ട് ഈ റമദാൻ 30 ക്ലാസ്സുകളിലും അങ്ങനെയുള്ള ആളുകളെ കുറിച്ച്, പ്രത്യേകിച്ച് ഖുർആനിലും ഹദീസിലൊക്കെ വന്ന അത്തരം ആളുകളെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പിന്നെ അതെല്ലാ ദിവസവും ഉണ്ടാവും, ഒരു 10 മിനിറ്റ്. പിന്നെ ചിലപ്പോൾ വെള്ളിയാഴ്ചകളിൽ മറ്റെന്തെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് അറിയിക്കാം. പിന്നെ ഇന്ന് നമ്മൾ 21 ആയത്ത് സൂറത്തുൽ കഹ്ഫ് പഠിക്കുകയാണ്. അപ്പൊ അതിൽ കഴിഞ്ഞ ആയത്തില് 19, 20 ആണല്ലോ നമ്മൾ എടുത്തത്. അതിൽ 20 ആയത്തിലെ ഒന്ന് രണ്ട് വസ്തുതകൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ ഉണ്ട് എന്ന് തോന്നുകയാണ്. അതൊന്ന് പറഞ്ഞിട്ട് നമ്മൾ 21 ആയത്തിലേക്ക് പോകാം. അതില് ലഹറ അല എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് അവരെ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ അവർ വെളിവായാൽ എന്നാണ് ലഹറ. അതിനാണ് ലുഹർ എന്തുകൊണ്ട് ആ പദം പ്രയോഗിക്കുന്നത്? കാരണം സൂര്യൻ ഏറ്റവും നല്ല പ്രകാശത്തിൽ നിൽക്കുമ്പോൾ എല്ലാം വെളിവാകും. നട്ടുച്ചയ്ക്ക് ആ സൂര്യപ്രകാശത്തിലെല്ലാം വെളിവാകുള്ളൂ. അതുകൊണ്ടാണ് ലുഹർ എന്ന് പറയാൻ കാരണം. അപ്പൊ നിങ്ങളെ അവർ കണ്ടെത്തിയാൽ, നിങ്ങൾ അവർക്ക് വെളിവായാൽ എന്താ സംഭവിക്കുക? യർജുമൂക്കും. അതിൽ റജമ എന്ന് പറഞ്ഞാൽ ശരിക്കും കല്ലെറിയാന്നുള്ളതാണ്. കല്ലെറിഞ്ഞ് പണ്ടത്തെ കാലത്ത് ഒരു ശിക്ഷയാണ് എന്ത്? കൂട്ടമായിട്ട് ആളുകൾ കല്ലെറിയുക. അപ്പോ ഇവർ പറയാണ്, നിങ്ങളെ അവർ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ നിങ്ങളെ കല്ലെറിയും, ഔ യുഈദൂകും ഫീ മില്ലത്തിഹിം, അല്ലെങ്കിൽ അവരുടെ മാർഗത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? മടക്കിക്കൊണ്ടു പോകും. രണ്ടായാലും വലൻ തുഫ്ലിഹു ഇദൻ അബദ, നിങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല. ഈ ഇദൻ എന്നത് ഇദൻ അബദ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പിന്നെ ഈ രണ്ടാമത്തതിനൊരു ഊന്നൽ കൊടുത്തിട്ടാണ് പറയുന്നത്. അതായത് കല്ലെറിയുന്നതിനേക്കാളും പ്രശ്നമാണെന്ത്? നിങ്ങളെ അവരുടെ മാർഗത്തിലേക്ക് മടക്കിക്കൊണ്ടു പോകുന്നത്. കാരണം നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലത്ത് ഇസ്ലാമികമായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒരാള് വധിക്കും, കൊല്ലും എന്ന് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പക്ഷേ അവരോട് തൽക്കാലത്തേക്ക് നമ്മൾ ദീനിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരിക്കലും എന്താവരുത്? നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് പറയരുത്. അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. അത് ഉദ്ധരിക്കാൻ വേണ്ടി ഞാൻ ശരിക്കും ഇത് പറഞ്ഞു. ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഒരാള് നിർബന്ധിക്കപ്പെട്ടു, പക്ഷെ അവന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ട്.
പക്ഷെ ചില സാഹചര്യത്തിൽ ആളുകൾക്ക് എന്ത് ചെയ്യണം, ഞാനിപ്പോ ഈ ദീനിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയേണ്ടി വന്ന അങ്ങനത്തെ ഒരു ഘട്ടം, ജീവൻ പോകും എന്നൊരു ഘട്ടത്തിൽ എന്ത് വേണമെങ്കിൽ പറയാം, ഞാൻ ഈ ദീനിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പഴയ ശരീഅത്തില്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള ശരീഅത്തില് ജീവൻ പോയാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ജീവൻ പോയാലും എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ എന്റെ മതം കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്തും അത് ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, അവന്റെ ഹൃദയം ഈമാനോട് പരിപൂർണമായിട്ടും സമാധാനം അടയണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ട് അതിൽ പിന്നെ മറ്റതിൽ തന്നെ ഉറച്ചു പോകുന്ന ഘട്ടങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ അടുത്ത് ഞാൻ വായിച്ച ഒരു സംഭവത്തിൽ, അമേരിക്കയിൽ ഈ നാഷണാലിറ്റി കിട്ടാൻ വേണ്ടി, ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി ഒരാൾ എന്ത് ചെയ്തു, ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചർച്ചിൽ പോയിട്ട് താൻ ക്രിസ്ത്യാനിയാണ് എന്ന് പ്രഖ്യാപിച്ചു. കാരണം അപ്പോൾ എന്ത് ചെയ്യുക, ക്രിസ്ത്യാനികളൊക്കെ ആളെ സപ്പോർട്ട്, അയാൾ പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ ഞാൻ പാകിസ്ഥാനിൽ വെച്ച് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചത് കൊണ്ട് എന്നെ അവിടുത്തെ ആളുകൾ ബുദ്ധിമുട്ടിക്കാണ്, പ്രയാസപ്പെടുത്തുകയാണ്, അതുകൊണ്ട് ഞാനിപ്പോ ക്രിസ്ത്യാനിയായിട്ട് അമേരിക്കയിൽ വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ആ ചർച്ചിലെ ആളുകളൊക്കെ കൂടെ കൂടിയിട്ട് അയാൾ എന്ത് ചെയ്തു, സഹായിച്ചു. അങ്ങനെ അയാൾക്ക് അവിടുത്തെ നാഷണാലിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം, അയാള് ആ പറഞ്ഞ ഒരു കാര്യം നേടിക്കഴിഞ്ഞാൽ അയാൾ മാറണമല്ലോ ദീൻ. പക്ഷേ അയാൾ പിന്നെ ഏറ്റവും വലിയ എന്താ പറയാ, ഒരു സത്യക്രിസ്ത്യാനിയായിട്ട് മാറി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം അയാൾ അതിൻ്റെ അകത്ത് ആണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുത്മഇന്നും ബിൽ ഈമാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം എന്താ വെച്ചാല്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീഅത്ത് അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പോ മദ്യം കുടിക്കേണ്ടുന്ന ഒരു ഘട്ടം വന്നാൽ കുടിക്കാം, നിർബന്ധിക്കേണ്ട, അതായത് അത് മാത്രമേ കുടിക്കാനുള്ളൂ. പന്നിമാംസം കഴിക്കേണ്ടുന്ന ഒരു ഘട്ടം വന്നാൽ കഴിക്കാം. പക്ഷേ അവിടെ പോലും എന്ത് വേണം, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട മാത്രമുള്ള ഒരു അവസരത്തിലേ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഞാൻ പ്രത്യേകം ഊന്നി പറയാൻ കാരണം, എന്ന് മാത്രമല്ല ഈ ആയത്ത് രണ്ടാമതെടുത്ത് ഈ പ്രത്യേക സന്ദർഭത്തിൽ പറയാൻ കാരണം, നമ്മളുടെയൊക്കെ പോലുള്ള ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയൊക്കെ ഇത്രയും രൂക്ഷമാകുന്ന ഒരു ഘട്ടത്തിൽ ഒരു നമസ്കാരം പോലും പ്രകടമായി നിർവഹിക്കാൻ പറ്റാത്തപ്പോൾ, ഈ അടുത്ത് ഓസ്ട്രേലിയയിൽ കുറച്ച് മുസ്ലിങ്ങൾ പിന്നെ ഒരു പാർക്കിന്റെ ഒരു സൈഡിൽ നമസ്കരിച്ചതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് അവരെ ആക്രമിക്കുകയും അത് വലിയ പോലീസ് കേസും വിവാദവും ഒക്കെ ആവുകയും ചെയ്തു. പലയിടത്തും ഇപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോ ട്രെയിനിൽ നമസ്കരിച്ചതിന്റെ പേരിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നൊക്കെ അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവൻ പോകുന്ന ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ദീൻ മറച്ചു വെക്കാനുള്ള ഒരു അനുവാദം ഇസ്ലാമിക ശരീഅത്തിൽ ഇപ്പോഴുണ്ട്. പക്ഷെ ആ അനുവാദം ഉപയോഗിക്കുമ്പോൾ തന്നെ ഹൃദയം പൂർണ്ണമായിട്ടും ഈ അള്ളാഹുവിന്റെ ദീനിന്റെ അതിൽ അഭിമാനം കൊള്ളുകയും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും വേണം. ഒരാള് ഈ കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിച്ചിട്ട് തന്നെ ഞാൻ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്, എന്നിട്ട് അതിന്റെ പേരിൽ ജീവൻ വെടിയുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ ഷഹാദത്തായിട്ട്, അള്ളാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷ്യം, ഒരു ജിഹാദിന് പോയി, യുദ്ധത്തിന് പോയി രക്തസാക്ഷിത്വം, ഷഹാദത്ത് വരിക്കുന്നതിന് തുല്യമായിട്ട് കണക്കാക്കപ്പെടും. അപ്പോ ഇവിടെ അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തില് അവര് പറയാണ്, നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മളെ കണ്ടെത്തിയാൽ ഈ ആളുകൾ നമ്മളെ ഒന്നുകിൽ കല്ലെറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ദീനിലേക്ക് മടക്കിക്കൊണ്ടുപോകും, അവരുടെ മാർഗത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകും. വലൻ തുഫ്ലിഹു ഇതൻ അബദ. അങ്ങനെ വന്നാൽ ഒരിക്കലും നമ്മൾ വിജയിക്കൂല. കാരണം നിർബന്ധിത സാഹചര്യത്തിൽ പോലും നമ്മൾ അങ്ങനെ അവരുടെ മതത്തിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതെന്താകും, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ എല്ലാ വാതിലുകളും അടച്ചു കളയും കേട്ടോ. അതാണ് ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഊന്നി പറയാനാണ് ഞാൻ ആ ആയത്തിലേക്ക് പോയത്. ഇനി നമ്മൾ ഈ 21-ാമത്തെ ആയത്തിലേക്ക് വരാം. അപ്പൊ ആദ്യം ഈ ആയത്തിന്റെ അർത്ഥം നോക്കാം. വകദാലിക അസ്ർന അലൈഹിം ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്. വകദാലിക, അപ്രകാരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പക്ഷെ ഇത് ചേർത്ത് നിൽക്കുന്നത് എന്തിനോടാണ്? വകദാലിക ബഅസ്നാഹും എന്ന് പറഞ്ഞല്ലോ, അതുപോലെ കാഫ് എന്ത് അദാത്തു തശ്ബീഹ് എന്നാ പറയാ. അതിന് തശ്ബീഹ് എന്ന് പറഞ്ഞാല് തുല്യം, അതായത് ഒരു സംഗതിയെ മറ്റൊന്നിനോട് ഉപമയാക്കുന്ന പോലെ എന്ന് പറയുന്നത്. ദാലിക്ക അതുപോലെ, നേരത്തെ സംഭവിച്ച അതുപോലെ, അതായത് അവരെ ആദ്യം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതുപോലെ തന്നെ ഇപ്പുറത്ത് എന്താ സംഭവിച്ചത്? അസ്ർന അലൈഹിം, അവരെ നാം വെളിവാക്കി കൊടുത്തു ഈ ആളുകൾക്ക്. ഏതാളുകൾക്ക്? ഈ അന്ന് നിലവിലുള്ള
ജനത, അവിടുത്തെ ജനത ഉണ്ടല്ലോ, ഈ അപ്പോഴേക്കും എത്ര വർഷം കഴിഞ്ഞു, 3 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഇവരെ കണ്ടെത്തി. ഈ ആളുകള് എങ്ങനെ കണ്ടെത്തിയത്? ഇവര് വെള്ളി നാണയമായിട്ട് പോയപ്പോ സ്വാഭാവികമായിട്ടും അവർക്ക് അപരിചിതത്വം തോന്നി അല്ലെ? ഇവരുടെ വേഷവിധാനം, ഇവരുടെ നാണയം, ഇവരുടെ സംസാരം, ഭാഷ, ഇതൊക്കെ ഒരു 3 നൂറ്റാണ്ട് മുമ്പുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ച് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ ഇവരെല്ലാവരും കൂടി ഗുഹയിലേക്ക് വന്നു. അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കാം, എങ്ങനെയാണ് അവർ വന്നതെന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ തിരിച്ചറിഞ്ഞെന്നുള്ളത്. അപ്പോൾ അതാണ് ഈ അസറ അല എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സംഗതിയെ പെട്ടെന്ന് കണ്ടെത്തുന്നതിനാണ്, ആകസ്മികമായി കണ്ടെത്തുന്നതിനാണ് അസറ അല എന്ന് പറയാം. അസറ അല. ആ അസറ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തു എന്നാണ്. ഒരു സംഗതി നമ്മൾ കണ്ടെത്തുന്നതിന്, സ്വയം കണ്ടെത്തുന്നതിന് എന്ത് പറയും? അസറ. ഒരാൾ കണ്ടെത്തി. ആ അസറ എന്ന് പറഞ്ഞാൽ അതിന്റെ മുത്തഅദ്ദി, കാണിച്ചു കൊടുത്തു എന്നർത്ഥം. ഇപ്പൊ ഇവിടെ അള്ളാഹുവാണ് ഈ ജനതയ്ക്ക് കാണിച്ചു കൊടുത്തതാണ് അസർന അലൈഹിം. അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തു, വെളിവാക്കി കൊടുത്തു. എന്താണ് കാണിച്ചു കൊടുത്തത്? ലിയഅലമു, ഈ മനുഷ്യരെ, ഈ ഗുഹാവാസികളെ ഇവർക്ക് കാണിച്ചു കൊടുത്തു. ലിയഅലമു, അവരറിയാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മുഖേന അവർ അറിഞ്ഞു. എന്താ അറിഞ്ഞത്? അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദത്തം, അള്ളാഹു പ്രോമിസ് ചെയ്തിട്ടുള്ള സംഗതികൾ എന്താണ്? ഹഖ്ഖുൻ, അത് പൂർണ്ണമായും സത്യമാണ് എന്നവർ തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായിരിക്കും ഇവിടെ വാദുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളുണ്ടല്ലോ അള്ളാഹുവിന്റെ, ഇന്നതൊക്കെ സംഭവിക്കും. ഇവിടെ ഈ ബാസാണ്. എന്താ ബാസ്? മരിച്ചതിന് ശേഷമുള്ള ജീവിതം അല്ലെ? പരലോകത്ത് നമ്മുടെ രണ്ടാമത്തെ ജീവിതം, പരലോകം, ആഖിറത്തിലെ ആ ജീവിതം. അത് ആഖിറത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള അള്ളാഹുവിന്റെ വാഗ്ദത്തം സത്യമാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തത് എന്നർത്ഥം. വ അന്ന സാഅത, അതുപോലെ തന്നെ വ അന്ന സാഅത, അന്ത്യനാള്, ലാ റൈബ ഫീഹ, അതിലെന്തില്ല? യാതൊരു സംശയവുമില്ല. സാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും സാഅത്തിന്റെ അർത്ഥം എന്താ? വാച്ചിന് പറയുന്ന പേരാണ് സാഅത്ത്. പക്ഷെ അറബി ഭാഷയിൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് നമുക്ക് പറയാട്ടാ. അതിൽ സംഭവിക്കുന്ന ഒരു സംഗതിക്കാണ് സമയം. അതെ, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു സംഗതിക്കാണ് ശരിക്കും സാധാരണ ഇതിൽ അസാഅത്ത് എന്ന് പറയാം. ബഗ്തത്തൻ എന്ന് പറഞ്ഞിട്ടില്ലേ? ബഗ്തത്തൻ, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു സംഗതി. അപ്പോ ആകസ്മികമായി സംഭവിക്കുന്നത്, പൊടുന്നനെ സംഭവിക്കുന്നത്, അത് ലാ റൈബ ഫീഹ, അതിലെന്തില്ല? ലാ റൈബ ഫീഹ, ഒരു സംശയവുമില്ല. സംശയത്തിന് വേറെ ഏതൊക്കെ വാക്കുണ്ട്? സംശയം എന്നുള്ളതിന് വേറെ ഏതൊക്കെ വാക്കുണ്ട്? ഉണ്ട്. പിന്നെ ഇതിന് തൊട്ട് മുമ്പ് ഒരു ആയത്തിൽ പറഞ്ഞില്ലേ? അതെ, അതിന് ശേഷം, ഇനി ശേഷം വരാൻ പോണ മിറാ ലാ തുമാരി ഫീഹിം ഇല്ലാ മിറാ ലാഹിറ. അപ്പൊ അതിന് പ്രത്യേക മീനിങ് ഉണ്ട്. റൈബിന് ഒരു പ്രത്യേക മീനിങ് ഉണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ സംശയം എന്ന് തൽക്കാലം അർത്ഥം പറയാം. അപ്പൊ വ അന്ന സാഅത ലാ റൈബ ഫീഹ. വേറെ എവിടെയാണ് വളരെ ഫേമസ് ആയിട്ട് റൈബ് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടല്ലോ? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. അതെ, ലാ റൈബ ഫീഹി. ഇത് യതനാസഊന ബൈനഹും അംറഹും. എന്ന് പറഞ്ഞാൽ ഒരേ സമയം, അതേ സമയം, തത്സമയം എന്നൊക്കെ അർത്ഥം. ഇത് യതനാസഊന ബൈനഹും അംറഹും. യതനാസഉ എന്ന് പറഞ്ഞാൽ പരസ്പരം തർക്കിക്കുക. നിസാ, തർക്കമാണ്, തർക്കവിതർക്കം, അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ പറയുന്ന പേരാണ് നിസാ. നാസ, തനാസ എന്നൊക്കെ ഉള്ളത് ഏറെക്കുറെ സെയിം മീനിങ്ങിലാണ്, പരസ്പരം തർക്കിക്കുക. ഒരാൾ മാത്രം പറയല്ല, ഒരാൾ ഒരു കാര്യം പറയും, മറ്റാൾ വേറെ. അപ്പോ അവരുടെ ഇടയിൽ അംറഹും, അവരുടെ കാര്യത്തിൽ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുന്ന അതേ സന്ദർഭത്തിൽ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്ത്? ഈ മനുഷ്യര്, ഈ ഗുഹാവാസികൾ, അവർ ഇത്രയും വർഷം ഉറങ്ങിക്കിടന്നിട്ട് എഴുന്നേറ്റത് രണ്ട് കാര്യത്തിന്റെ തെളിവാണ്. ഒന്ന്, അന്ത്യനാള് സംഭവിക്കും, പെട്ടെന്നാണ് സംഭവിക്കുക. രണ്ടാമത്തേത്, അന്ത്യനാള് സംഭവിച്ചു കഴിഞ്ഞാൽ മരിച്ചവരെല്ലാം രണ്ടാമത് ജീവിക്കും. ഇതിന് രണ്ടിനും അവരുടെ പരസ്പരമുള്ള തർക്കങ്ങൾക്കിടയിൽ
ഇതാണ് അള്ളാഹു തെളിയിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്തായിരുന്നു അവർ തർക്കിച്ചത് അതിനെക്കുറിച്ച് നമ്മൾ പറയാം. അതായത് ഇവരുടെ എണ്ണത്തിലാണ്, ഇവരുടെ പേരിലാണ്, പിന്നെ ആ തർക്കം ആര് തമ്മിലാണ് നടന്നത്. ചിലർ പറയുന്നുണ്ട് ഇത് ഗുഹാവാസികൾ തമ്മിൽ തമ്മിൽ തന്നെ നടന്ന തർക്കമാണ്. ആ എത്ര കാലം താമസിച്ചു എന്നതിനെ കുറിച്ചുള്ള അവരുടെ സംഭാഷണം ഇപ്പോഴും തീർന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു. ആരാണ് പറഞ്ഞെന്നുള്ളതും ഈ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്. ഫഖാലു, അവർ പറഞ്ഞു, ഇബ്നു അലൈഹിം ബുനിയാന, ഇവർക്ക് വേണ്ടിയിട്ട്, ഈ ഗുഹാവാസികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ബുനിയാനൻ, ബനായബ്നു എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, ബിന മബ്ന എന്ന് പറയും ബിൽഡിങ്ങിന്, മബാനി ബിൽഡിങ്സ്, ബുനിയാനും മർസൂസ് സൂറത്ത് സഫിൽ പറയുന്നത്. വസ്സമാ ബനൈനാഹ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ സൂറത്തു ദാരിയാത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്. അപ്പോ ഇബ്നു അലൈഹിം ബുനിയാന, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു മോണ്യുമെന്റ്, ബുനിയാനൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ സ്മാരകം, നമ്മൾ ഇന്നത്തെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്മാരകം, ഒരു മോണ്യുമെന്റ്, ഒരു മെമ്മോറിയൽ അല്ലെ, ഒരു മെമ്മോറിയൽ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം എന്ന് അവരിൽ ചിലർ പറഞ്ഞു. റബ്ബുഹും അഅലമു ബിഹിം, അവരുടെ റബ്ബാണ് അവരെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുക. ഏത് കാര്യത്തിലാണ്? അത് ആരാണ് പറഞ്ഞത്? ഈ പറഞ്ഞ ആളുകൾ തന്നെയാണോ അത് പറഞ്ഞത്, അല്ല അള്ളാഹ് പറയാണോ? അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. എന്തായാലും അവരുടെ റബ്ബാണ് അവരെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുക. ഖാലല്ലദീന ഗലബു അല അംരിഹിം, എന്നാൽ കാര്യങ്ങളുടെ മേൽ അധികാരമുള്ള ഒരു വിഭാഗം പറഞ്ഞു. ഖാലല്ലദീന ഗലബു അല അംരിഹിം, കാര്യങ്ങളുടെ മേൽ ഗലബ യഗ്ലിബു എന്ന് പറഞ്ഞാല് അതിജയിച്ചു. എവിടെ വന്നേക്കണ? ഗാലിബ്, ഗാലിബുൻ അല അംരിഹി എന്ന് എവിടെയോ വന്നിട്ടുണ്ടല്ലോ, സൂറത്ത് യൂസുഫിൽ വന്നിട്ടുണ്ട്. യൂസുഫ് പഠിച്ചവരല്ലേ നിങ്ങളൊക്കെ, ഓർക്കണ്ടോ? എവിടെയാ അത്? എപ്പോഴാ യൂസുഫ്, എപ്പോഴാണ് അത് പറയുന്നത്? അള്ളാഹു ഗാലിബുൻ അല അംരിഹി എന്ന് എപ്പോഴാ പറയണ? മിസ്രിലെ ആള് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതെ, അവിടെ വെച്ച് പറയണ അള്ളാഹ് തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. വല്ലാഹു ഗാലിബുൻ അല അംരിഹി വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർളി, എന്തിനായിരുന്നു? ലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ് വല്ലാഹു ഗാലിബുൻ അല അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അതെ, ഓക്കെ. അപ്പോ അള്ളാഹു ഭൂമിയിലെ കാര്യങ്ങളിലൊക്കെ അന്തിമമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അതിന്റെ അതോറിറ്റിമാരാണ് അള്ളാഹു ആണെന്നുള്ള അർത്ഥം. അപ്പൊ ഇവിടെ പറയുന്നത് കാര്യങ്ങളുടെ മേൽ അധികാരമുള്ള ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഗവൺമെന്റ്, അവിടുത്തെ ഗവൺമെന്റിന്റെ ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അവർ പറഞ്ഞു എന്ത്? ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, ലനത്തഖിദന്ന, നമുക്ക് സ്വീകരിക്കാം, അലൈഹിം, ഇവർ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത്, മസ്ജിദൻ, ഒരു പള്ളി ഉണ്ടാക്കാം, അവരുടെ ഖബർ കെട്ടിപ്പൊക്കാം എന്നാണ് ആ പറഞ്ഞതിന്റെ മറ്റൊരു വാചകം. പള്ളി, അവരുണ്ടായിരുന്ന ആ സ്ഥലത്ത് എന്ത് ചെയ്യാം, ഒരു പള്ളി, സുജൂദ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്ക് നിർമ്മിക്കാം എന്നവർ പറഞ്ഞു. മൊത്തം വായിച്ചു നോക്കുമ്പോ എന്തോ കുറെ ആശയക്കുഴപ്പമില്ലേ അല്ലേ? കേട്ടു നോക്കുമ്പോ ഇത് അള്ളാഹ് ഇങ്ങോട്ട് നേരെ പറഞ്ഞാൽ പോരെ, ഇന്ന ആള് പറഞ്ഞു അല്ലെ, ഖാല അല്ലദീന ഫഖാലു എന്നൊക്കെ പറയുന്ന നേരം കൊണ്ട്. അപ്പൊ അത് തന്നെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ട് എന്തൊക്കെ പാഠം ഇതിന് കിട്ടോ ആ പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളണം എന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതിന്റെ മേലെ പോയി തർക്കിക്കാനും നിൽക്കരുത്, ഇവര് തർക്കിച്ച പോലെ. കാരണം ഇത് തർക്കത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് തന്നെ, ഈ ആയത്ത് പറയുന്നത് തന്നെ പരസ്പരമുള്ള തർക്കത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത് മുഫസ്സിറുകൾ പല രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം. അപ്പം ഇബ്നു ആഷൂർ, ഇമാം താഹിർ ഇബ്നു ആഷൂർ, അദ്ദേഹം പറയുന്നുണ്ട് ഈ കദാലിക്ക വകദാലിക്ക എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങിയത്, ഇത് നേരിട്ട് ബന്ധം വകദാലിക്ക ബഅസ്നാഹും 19ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള അപ്രകാരം നാം അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ്. വകദാലിക്ക അസർന അലൈഹിം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നത് നാം അവരെ മറ്റുള്ളവർ കണ്ടെത്തുന്നതിനുള്ള കാരണമായിട്ട് നമ്മൾ മാറി എന്ന് അള്ളാഹ് പറയണം. മറ്റുള്ളവർ അവരെ കണ്ടെത്തുന്നതിനുള്ള കാരണമായിട്ട് നാം മാറി എന്ന് അള്ളാഹു പറയണം. ആരാണ് ഈ
ആര് കണ്ടെത്തുന്നതിനാണ്? ആ ടൗണിലെ ആളുകൾ, മദീനത്ത് അല്ലെ, എന്താണ്, ഫബഅസു അഹദക്കും ബിവരിഖിക്കും ഹാദിഹി ഇലൽ മദീന. അവരെങ്ങോട്ടാ പോയത്? ആ വെള്ളിന്നാണ്. വരിക്ക് എന്ന് പറഞ്ഞാല് വരിക്കിന് പറഞ്ഞ വരിക്ക, വെള്ളിനാണ്. ആ വെള്ളിനാണയമായിട്ട് അവര് ടൗണിലേക്ക് പോയല്ലോ. അപ്പൊ ആ ടൗണിൽ ചെന്നപ്പോ എന്താ സംഭവിച്ചത്? അവർ തിരിച്ചറിഞ്ഞു ഈ ആളുകളെ. അവിടെ ഈ അസറ അല്ലെങ്കിൽ അസറ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം ഒരു കാര്യം പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനാണ്. ഒരു ഒരു സീക്രട്ട്, രഹസ്യമായിട്ടുള്ള ഒരു സംഗതി കണ്ടുപിടിക്കുന്നതിനും അൽ അസർ എന്ന് പറയാറുണ്ട് കേട്ടാ. ഇപ്പോ അൽ ആസൂർ എന്ന അറബി പറയും. ഒരു സിംഹത്തിനെ പിടിക്കാൻ വേണ്ടി, സിംഹത്തിനെ കുടുക്കാൻ വേണ്ടി പണ്ട് കാലത്ത് ഈ വാരിക്കുഴി കുഴിക്കുമല്ലോ, ആനേനൊക്കെ പിടിക്കാൻ വേണ്ടി. സിംഹം ആനയൊക്കെ അതിനകത്ത് എന്ത് ചെയ്യും? ആ കുഴിയിൽ വന്ന് വീഴും അല്ലെ. അപ്പൊ രഹസ്യമാണ്, അത് പെട്ടെന്നാണ് വന്ന് വീഴുക. രഹസ്യമായിട്ട് കുഴിച്ചു വെക്കണ കുഴിയാണ്. അതിന് അൽ ആസൂർ എന്ന് പറയാറുണ്ട്. ഒരാള് ഒരു പെട്ടെന്നൊരു ട്രബിള്, ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു കെണി, അങ്ങനെയൊക്കെ ഒരു കെണിയിൽ ഒരാൾ വീഴുന്നതിനെ കുറിച്ച് അയാള് ആസൂറാണെന്ന് പറയും. അയാൾ ആ ആസൂറിൽ വീണെന്ന് പറയും. പണ്ടത്തെ കാലത്ത് അറബിയിൽ ഭാഷയിലാണ്. അൽ ജവാദു ഖദ് യഅ്സിർ എന്ന് പറയാറുണ്ട്. ജവാദ് എന്ന് പറഞ്ഞാല് കുതിരപ്പടയാളി, കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ആള്. ഖദ് യഅ്സുർ, ചിലപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വീഴാനും സ്ലിപ്പ് ചെയ്യാനും സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിൽ യഅ്സുറു എന്ന് പറയാറുണ്ട്. ആസിർ എന്ന് പറയും ചില, അത് രസമുള്ള ഒരു സ്ഥിരമായിട്ട് നുണ പറയുന്ന ഒരാള്, പക്ഷെ അയാൾ അറിയാതെ സത്യം പറഞ്ഞു പോകും. അങ്ങനെ ഒരാൾക്ക് ആസിർ എന്ന് പറയും. അപ്പൊ ഇവിടെ ഈ വകദാലിക അസർന അലൈഹിം എന്ന് പറഞ്ഞത് എന്റെ ശരിക്കും ഉദ്ദേശിക്കാം, ഇത് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. വളരെ ആരും പ്ലാൻ ചെയ്തതല്ല, പക്ഷെ പെട്ടെന്ന് ഇവർ കണ്ടുപിടിക്കപ്പെട്ടതാണ്. കാരണം ഈ ഗുഹാവാസികൾ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അവർക്ക് വിശന്നു. ആദ്യം അവർ തമ്മിൽ ചോദിച്ചു, നമ്മൾ എത്ര ഉറങ്ങി? ചിലർ പറഞ്ഞു കുറെ ദിവസം ഉറങ്ങി, ചിലർ പറഞ്ഞു ഇല്ല ഒരു ദിവസം ഉറങ്ങിയിട്ടുള്ളൂ, അല്ല ഒരു ദിവസത്തിന് കുറച്ച് ഭാഗം ഉറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ അവർക്ക് വിശന്നപ്പോൾ അവരെന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന ഒരു നാണയം ഉപയോഗിച്ചിട്ട് ഒരാളെ പറഞ്ഞയച്ചു. ആ പറഞ്ഞയച്ച ആളോട് പറഞ്ഞു, നീ വളരെ സൂക്ഷിച്ചു പോണം, അവർ നിന്നെ കണ്ടെത്തരുത്, കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ ഒന്നുകിൽ നമ്മളെല്ലാവരെയും എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ നമ്മുടെ പഴയ മതത്തിലേക്ക് മടക്കിക്കൊണ്ട് പോകും, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റ് ആണ്. എല്ലാവരും അറിഞ്ഞു അല്ലെ. ഈ പഴയ നാണയം, പഴയ വേഷം, പഴയ ഭാഷ, ഇതൊക്കെ ആയിട്ട് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പെട്ടെന്ന് കണ്ടെത്തിയാണ് ഇവരെ. അപ്പൊ ശരിക്കും ഈ അസറ എന്ന പദം പ്രയോഗിച്ചതിൽ ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടെന്നുള്ളതാണ്. അതായത് അസറ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് കണ്ടെത്തി എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. ഒരു കാര്യം നമ്മൾ കുറെ കാലമായിട്ട് കാണാതെ പോയിട്ട് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കുറെ കാലം, അതിനെ പെട്ടെന്ന് കണ്ടെത്തുന്നതിനാണ് അസറ എന്ന് പറയാം. ഇപ്പൊ നോക്ക്, ഖുർആനിലൊരു പദം അള്ളാഹ് പ്രയോഗിച്ചതിന്റെ ആ ഒരു ഡെപ്ത് നോക്കൂ, മനസ്സിലായോ? ശരിക്ക് കണ്ടെത്തി എന്നുള്ളതിന് വജദ പറയാം, റഅ എന്ന് പറയാം, അല്ലെങ്കിൽ ഹസല എന്ന് പറയാം, കിട്ടി എന്നൊക്കെ ഉള്ള അർത്ഥത്തില്, ലഖിയ എന്ന് പറയാം, കണ്ടുമുട്ടി എന്നൊക്കെ പറയാം. പക്ഷെ അസറ എന്ന് വെച്ച്, കാരണം എന്താ? ഇവര് 300 വർഷമായിട്ട് ഉറങ്ങുന്നത് കൊണ്ട് ഈ കാണാതായ അന്നു മുതൽ ആ തലമുറ അവരന്വേഷിച്ചു, കണ്ടെത്തിയില്ല. പിറ്റേ തലമുറ അവരന്വേഷിച്ചു, കണ്ടെത്തിയില്ല. കാരണം ഇവര് ദൂരെങ്ങും പോയിട്ടില്ലല്ലോ. ഇന്നത്തെ പോലെ മറ്റേതോ ഒരു രാജ്യത്തേക്ക് വിമാനത്തിലോ അല്ലെങ്കിൽ മസ്കിന്റെ സ്പേസ് ഷട്ടിലോ എങ്ങോട്ടും പോയിട്ടില്ല. ഇവരെവിടെ? തൊട്ടടുത്തുള്ള ഒരു ഗുഹയിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഗുഹയിലേക്ക് അവർക്ക് എത്താൻ പറ്റാഞ്ഞ? അത് അള്ളാഹുവിന്റെ പ്രത്യേക കാവലായിരുന്നു. കാരണം ആ ഗുഹയിലേക്ക് എത്തുന്നത് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് വിശദീകരിച്ചല്ലോ. വല മുലിഅത മിൻഹും റുഅബ, പേടി തോന്നുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ അവർക്ക് ആ ഗുഹയിലെ അടുത്തേക്ക് എത്താനേ സാധിച്ചിരുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവരെ കുറിച്ച് ഓരോ തലമുറയും ഇങ്ങനെ പതുക്കെ പതുക്കെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അവസാനം ഈ 309 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു തലമുറയാണ് ഇവരെ കണ്ടെത്തിയത്. ഒരുപാട് കാലത്തെ അന്വേഷണങ്ങൾക്കും പിന്നെ പരിശ്രമങ്ങൾക്കും ഒടുവിൽ അവരെ കണ്ടെത്തി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അഅ്സർന അലൈഹിം. അത് അള്ളാഹ് കാണിച്ചു കൊടുത്താണ് അവർക്ക്. മറ്റാരും പ്ലാൻ ചെയ്ത് ഇവർ അന്വേഷിച്ച് കുറെ ഖനനം നടത്തി, ആർക്കയോളജി അങ്ങനെയൊന്നുമല്ല, മറിച്ച് അതുകൊണ്ടാണ്
അസറ എന്ന് പറയാൻ കാരണം കേട്ടോ. ഓക്കെ, അതാണ് ഇമാം ഇബ്നു അഷൂർ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ മദീനയിലെ ആളുകൾ ഇവരെ കുറിച്ച്, ഈ ഗുഹാവാസികളെ കുറിച്ചുള്ള വളരെ ശക്തമായ ഒരു അന്വേഷണത്തിലായിരുന്നു. വളരെ കാലങ്ങളായിട്ട് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ, ഇതൊരു വലിയ സ്റ്റോറി ആയിട്ട് മാറി, വലിയ അത്ഭുതമായിട്ട് മാറി. അവര് ഇവര് മറ്റേ അപ്രത്യക്ഷമായപ്പോ തന്നെ അത് വളരെ ഫേമസ് ആയ ഒരു സ്റ്റോറി ആയിരുന്നു. ഇങ്ങനെ തലമുറകൾ പിന്നെ ഫാദേഴ്സ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കും, മക്കൾ അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ജനറേഷൻസ് ഇത് വലിയൊരു സ്റ്റോറി ആയിരുന്നു. അവസാനം ഇവർ കണ്ടെത്തി കഴിഞ്ഞപ്പോ എന്തായി, എല്ലാവർക്കും ഇവരെ പരിചയം ഉണ്ടായിരുന്നു. കാരണം എന്താ, അന്ന് കണ്ടെത്തിയ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഇവരെ മനസ്സിലായി. എന്തുകൊണ്ട് മനസ്സിലായി? വാപ്പമാരുടെ അടുത്ത് ഇവർ കേട്ടിട്ടുണ്ട്, മനസ്സിലാകും. അങ്ങനെ കേട്ട് പോകുന്ന ഒരു സംഗതിയാണ്. അതാണ് വാസ്തവത്തിൽ ഈ അസർന അലൈഹിം എന്ന് അള്ളാഹു പ്രത്യേകമായി സൂചിപ്പിക്കാൻ കാരണം. ഇനി ഇതിൻ്റെ അകത്ത് കുറെ ഇസ്രായേലിയാത്ത് പല തഫ്സീറുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇസ്രായേലിയാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലി നറേഷൻസിൽ പല അത്തരം ആളുകളൊക്കെ പറഞ്ഞ, ഇസ്രായേലി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ, ജൂത പണ്ഡിതന്മാർ, ഇന്നത്തെ ഇസ്രായേൽ അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലിയാത്ത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇന്നത്തെ ഇസ്രായേലായിട്ട് അതിന് സാമ്യമില്ല. ശരിക്കും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരിലേക്കാണ് ചേർക്കപ്പെടുന്നത്? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാ? യാക്കൂബ് നബി അലൈഹി സ്വലാം. ഓക്കെ, അപ്പോ ആ ജൂത പണ്ഡിതന്മാര് പുരോഹിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള പലതും ചില തഫ്സീറുകളൊക്കെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഈ പല തഫ്സീറുകളിലും ഈ ടൗണിലേക്ക് അയച്ച ആളുടെ പേരുണ്ട്. നമ്മൾ ആ പേര് ഡിസ്കസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള പേരുകളുണ്ട്. പിന്നെ അവരെങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന് പല തഫ്സീറുകളിലും കാണാൻ പറ്റും. ഒരുപാട് വിശദീകരണം വലിയ വലിയ സ്റ്റോറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് വെച്ചാൽ ഇയാളുടെ അടുത്തൊരു കോയിൻ ഉണ്ടായിരുന്നു, ഒരു ദിർഹം. പിന്നെ പഴയ രാജാവിന്റെ കാലത്തുള്ള ഒരു ദിർഹം ഉണ്ടായിരുന്നു. അപ്പം ഇതുമായിട്ട്, ഈ ദിർഹവുമായിട്ട് ഇയാള് ആ കടയിൽ ചെന്നപ്പോ, ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പോ, ആ കടയിലെ ആള് പറഞ്ഞു, ഇവന്റെ അടുത്ത് ഈ ഇത്രയും 300 വർഷം പഴക്കമുള്ള ഒരു നാണയം ഉണ്ടെങ്കിൽ ഇവന്റെ അടുത്ത് എന്തോ ഒരു നിധി കിട്ടിയിട്ടുണ്ട്, ഒരു ട്രഷർ അല്ലെ. പണ്ടത്തെ കാലത്ത് അങ്ങനെ കിട്ടും. ഈ നിധി എന്ന് പറഞ്ഞാൽ എന്താ, പണ്ട് പണക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും, അന്ന് ബാങ്കൊന്നുമില്ലല്ലോ, ഇന്നത്തെ പോലെ ബാങ്കോ പിന്നെ ഗൂഗിൾ പേയോ ക്രിപ്റ്റോ കറൻസിയോ ഒന്നുമില്ല സൂക്ഷിച്ചു വെക്കാൻ. ആളുകൾ എന്താ ചെയ്യുക, ഒരു വലിയ കുടത്തിലൊക്കെ ആക്കിയിട്ട്, ചെമ്പ് പാത്രത്തിലാക്കിയിട്ട് ഭൂമിയിൽ കുഴിച്ചിടും. ആ കുഴിച്ചിട്ട് ആൾ ചിലപ്പോൾ മരിച്ചു പോകും, ആരോടും പറയാതെ. പിന്നെ ആരെങ്കിലും വന്ന് ആ സ്ഥലം എന്തിനോ വേണ്ടി കിളക്കുമ്പോൾ എന്ത് ചെയ്യും, കുഴിക്കുമ്പോൾ അവിടുന്ന് അത് കിട്ടും, വലിയ നിധിയായിരിക്കും. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് സക്കാത്തൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നിധിയുടെ സക്കാത്ത് എന്ന് പറയാറുണ്ട്. കാരണം ഒരു അധ്വാനമില്ലാതെ കിട്ടുന്ന നിധിയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഈ നാണയമായിട്ട് പോയപ്പോൾ ഷോപ്പ് കീപ്പർ പറഞ്ഞു, ഇവനൊരു വലിയ നിധി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ആ നിധി നമുക്ക് അന്വേഷിച്ചു പോകാം എന്ന് പറഞ്ഞിട്ടാണ് അവര് ഇയാളുടെ ഒപ്പം ഗുഹയിലേക്ക്. ഇയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവർ വിശ്വസിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന കഥകൾ അത് വേറെ ഉണ്ട്. ഇമാം ഖുർത്തുബി പറയുന്നത്, ഈ രാജാവ്, അതായത് ഈ ഇവരെ കണ്ടെത്തിയ സന്ദർഭത്തിലുള്ള രാജാവ് ഓൾറെഡി ഒരു മുസ്ലിമായി കഴിഞ്ഞിരുന്നു. പക്ഷേ രാജാവ് മുസ്ലിം ആണെങ്കിലും ഈ ആളുകളുണ്ടല്ലോ, ഇവരെ കണ്ടെത്തിയ ആളുകൾ, അവര് പരസ്പരം തർക്കിച്ചു. അവർക്ക് പ്രത്യേകിച്ച് പുനർജന്മത്തിൽ വിശ്വാസമൊന്നും ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ പരലോകത്ത് പുനരുദ്ധാനം ഉണ്ടാകും. പുനർജന്മം എന്ന് പറഞ്ഞുകൂടാ, പുനരുദ്ധാനം, രണ്ടാമത് മരിച്ചുപോയവരൊക്കെ ജീവിപ്പിക്കുന്ന ഒരു സംഗതി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർ തമ്മിലാണ് ഈ തർക്കം ഉണ്ടായത് എന്നതാണ് ഇവിടെ പറഞ്ഞത് എന്ന് ഇമാം ഖുർത്തുബി പറയുന്നുണ്ട്. ഇമാം റാസി പറയുന്നുണ്ട്, ഈ രാജാവ് ഒരു മുസ്ലിം ആയിരുന്നില്ല, പക്ഷേ ആ രാജാവ് ഒരു നീതിമാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പലതും ഇസ്രായേലിയാത്തിൽ നിന്നൊക്കെ കടന്നുകൂടിയതായിരിക്കാം. ഇബ്നു കസീർ പറയുന്നുണ്ട്, രാജാവ് മുസ്ലിം ആയിരുന്നു. അങ്ങനെ എന്ന് മാത്രമല്ല, ഈ രാജാവ് ഇവരെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഈ ഗുഹ സന്ദർശിച്ചു. അങ്ങനെ ഇവരെ കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു, ഇവരോട് സംസാരിച്ചു. അങ്ങനെ അവരോട് ഈ കൊട്ടാരത്തിലേക്ക്, നിങ്ങൾ ഈ ഗുഹയെന്ന് ഇവരെ ഈ പട്ടണത്തിൽ നിന്ന് ഗുഹയിലേക്ക് വീണ്ടും ക്ഷണിച്ചു കൊണ്ടുവന്നു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾ ഇല്ല, ഗുഹയിൽ നിന്ന് എവിടേക്കും വരുന്നില്ല. കാരണം ഞങ്ങളുടെ ഗുഹയിൽ ഞങ്ങൾ താമസിച്ചതിന്റെ പർപ്പസ് പൂർത്തിയായി. കാരണം അന്നത്തെ രാജാവിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ രാജാവ് അവരോട് യാത്ര പറഞ്ഞു. ആ സന്ദർഭത്തിൽ തന്നെ അവർ അവിടെ മരിച്ചു വീണു. അള്ളാഹു അവരുടെ റൂഹ് എടുത്തു. അപ്പൊ ഇത് ക്രിസ്ത്യൻ നറേറ്റീവ്, അന്നത്തെ കാലത്തുള്ള ക്രിസ്ത്യൻ, അന്നത്തെ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആരാണ്?
ക്രിസ്ത്യൻ ആണല്ലോ, നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ, അതായത് ഈസാ നബിയിൽ വിശ്വസിക്കുന്ന ആളുകൾ, അത് യഥാർത്ഥ ക്രിസ്ത്യാനികൾ കേട്ടാ. അപ്പൊ ആ അർത്ഥത്തില് ഓക്കെ. ഇനി ലിയഅ്ലമു എന്ന് പറയുന്നതിന്റെ അർത്ഥം അവർ അറിയാൻ വേണ്ടി എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അതായത് ആ ഗുഹാവാസികൾ തന്നെ ആയിരിക്കാം ഒരു പക്ഷെ, അല്ലെങ്കിൽ ആ സിറ്റി, ആ പട്ടണത്തിലെ ആളുകൾ, അവർക്ക് എന്താണ് അറിയേണ്ടത്? രണ്ടാണെങ്കിലും ശരിയാണ് അർത്ഥം. എന്താണ്? അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ അള്ളാഹുവിന്റെ വാഗ്ദത്തം സത്യമാണ്, മനുഷ്യരൊക്കെ മരിപ്പിച്ചു കഴിഞ്ഞാലും ജീവിപ്പിക്കും എന്നത് സത്യമാണ്. ഇപ്പോ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് കാരണം ഇപ്പൊ ഗുഹാവാസികള് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നില്ലേ? ഗുഹാവാസികൾ ഉണ്ടല്ലോ. കാരണം അവര് റബ്ബുന റബ്ബു സമാവാത്തി, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബ് തന്നെയാണ് എന്ന് വിശ്വസിച്ച ആളുകൾ സ്വാഭാവികമായിട്ട് അവർക്ക് മരണത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കാണിച്ചു കൊടുക്കണം, ഇതാ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നത് നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ ഞാൻ തെളിയിക്കുകയാണ്. നിങ്ങൾ ഇത്രയും വർഷം ഉറങ്ങിക്കിടന്നിട്ട് ഇതാ എഴുന്നേറ്റിരിക്കുന്നു. അതിപ്പോ ഇവൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോലും അള്ളാഹിനോട് പറഞ്ഞല്ലോ, റബ്ബി അരിനി കൈഫ തുഹിൽ മൗത, റബ്ബെ നീ ഒന്ന് കാണിച്ചു കേട്ട്, എങ്ങനെയാണ് മരിച്ചവരെ നീ ജീവിപ്പിക്കണമെന്ന് കാണിച്ചു കേട്ട. അപ്പോ അള്ളാഹ് ചോദിച്ചു, അവലം തുഅ്മിൻ, ഇബ്രാഹിമെ നിനക്ക് വിശ്വാസമില്ലേ? ബല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, വിശ്വാസമൊക്കെ ഉണ്ട് റബ്ബെ, പക്ഷെ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ മനസ്സൊന്ന് എനിക്കൊന്ന് ശാന്തമാണ്, എനിക്കൊന്ന് ഇതൊന്ന് ഉറപ്പിക്കണം. എന്നാ പിന്നെ നീ ഒരു പണി ചെയ്യും, അർബഅത്തമ്മിനത്തയർ, 4 പക്ഷികൾ എടുക്ക്, എന്നിട്ട് അതിനെ മുറിച്ചിട്ട് പല ഭാഗത്തായിട്ട് വെക്ക്, സുമ്മദഉഹുന്ന അല്ലെ ഫസുറുഹുന്നയിലേക്ക്, നീ 4 ഭാഗത്തും കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ നീ എന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആ 4 ഭാഗത്തുനിന്നും ആ പക്ഷികൾ ഒന്നിച്ചു വന്നിട്ട് പഴയതുപോലെ പക്ഷികളായിട്ട് മാറും എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു ഇബ്രാഹിം നബി അലൈഹി. അപ്പോ നമുക്കിപ്പോ പരലോകത്തിൽ വിശ്വാസമില്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ടാ? ഉണ്ടാ? അപ്പൊ ഉറപ്പാണോന്ന് വെച്ചപ്പോ ഇതൊരു സംശയം ഉണ്ടല്ലേ. ഇത് സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. കാരണം ഏത് കാലത്തും മനുഷ്യരുടെ മനസ്സിൽ ഇതൊരു സംശയമായിട്ട് തന്നെ നിലനിന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു, അത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശ്രമം. അതുകൊണ്ടാണ് ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിൽ അള്ളാഹു പറയുന്നത് എന്താ? ഇപ്പൊ നമ്മൾ ഈ റമദാനായിട്ട് നമ്മൾ ഓതാൻ എടുക്കുമല്ലോ, ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഓതുന്ന ആയത്തേതാ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. എന്താ ഗൈബ്? അദൃശ്യം. അദൃശ്യം എന്തൊക്കെയാണ് അദൃശ്യത്തിൽ പെടുക? ആഖിറത്ത് അല്ലെ, മരണം, നമ്മുടെ മരണം, മരണത്തിന് ശേഷമുള്ള ജീവിതം, ഖബറിലെ ജീവിതം, ഇതൊക്കെ അദൃശ്യമാണ്. ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ ഖുർആൻ ഗൈഡൻസ് ആവുള്ളൂ, ഹുദ ആവുള്ളൂ. ആ വിശ്വാസം ഉറപ്പിക്കുക എന്നതാണ് ഈ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹുദ. റമദാനില് നമ്മൾ ഓതുന്ന ആയത്താണ് ഷഹ്റു നമുക്ക് ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ആയത്താണ്, എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്ന ആയത്താണ് ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് അല്ലെ. ജനങ്ങൾക്ക് ഗൈഡൻസ് ആണ്. പക്ഷെ ഈ ഗൈഡൻസ് ആർക്കേ കിട്ടുള്ളൂ? ഗൈബിൽ വിശ്വസിക്കുന്നവർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ഇതുവരെ ആരും, അള്ളാഹു പറയണത്, നിങ്ങൾ ഇതുവരെ ആരും പരലോകത്ത് പോയിട്ടില്ല. പ്രവാചകന്മാരിൽ ചിലർ പോയിട്ടുണ്ട്, ചിലർ കണ്ടിട്ടുണ്ട്, അള്ളാഹുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് മലക്കുകൾ വരുന്നുണ്ട്. അവർക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമില്ല. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് അള്ളാഹു ഈ കാര്യം ഏത് പേജ് എടുത്താലും, ഖുർആന്റെ ഏത് പേജ് എടുത്താലും പരലോകത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എവിടെയും നമുക്ക് കാണാൻ പറ്റും. ഒരു പേജിലല്ലെങ്കിൽ അടുത്ത പേജിൽ കാണും, ആ പേജിലില്ലെങ്കിൽ തൊട്ടടുത്ത പേജിൽ എന്തായാലും കാണും. ഒരു 3 പേജ് മറിച്ചാൽ നിർബന്ധമായിട്ടും നമ്മൾ പരലോകത്തെക്കുറിച്ച് വായിക്കും, കാണും. നാളെ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ അല്ലെ. തഖ്വ എന്ന് പറഞ്ഞ എന്താ? റമദാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറഞ്ഞ തഖ്വയുടെ ഉദ്ദേശം എന്താ? അള്ളാഹിനെ കാണാതെ അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ
സൂക്ഷ്മത. പാമ്പിനെ പേടിക്കണ പോലെയാണോ പേടിക്കണ്ട? അല്ല, ഇഷ്ടം കൊണ്ട് പേടിക്കുക. ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നുമ്പോൾ, എൻ്റെ ഈ റമദാൻ മ്യൂസിക്സിലെ ആദ്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിൽ ആദ്യത്തെ ഭാഗം തന്നെ അതാണ്, ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ. മുത്തഖികളെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. എന്തുകൊണ്ടാ? മുത്തഖികൾ എന്താ ചെയ്യാ? അവര് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അവനെ പേടിക്കും. ഒരാള് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് എതിരെ പ്രവർത്തിക്കുന്നത് നമുക്ക് പേടിയല്ലേ? നമുക്ക് ആ ഇഷ്ടം നഷ്ടപ്പെടുമോ എന്ന പേടി അല്ലെ? അപ്പോ ഈ ഒരു സംഗതിയാണ് ആവർത്തിച്ച് അള്ളാഹു നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിന്റെ വാഗ്ദത്തം അത് സത്യമായി പുലരും എന്ന് അവർക്ക് തിരിച്ചറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ മനുഷ്യരെ, ഗുഹാവാസികളെ ഉയർത്തെഴുന്നേൽപ്പിച്ചതും അവരെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തതും. എന്നിട്ട് അത് ഖുർആനിൽ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് വിശദീകരിച്ചു തരുന്നതിന്റെയും ലക്ഷ്യം അതാണ്. ഇനി അസാഅത്തിന് നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞു, സമയം, അന്ത്യനാള്, വാച്ച് എന്നൊക്കെ അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും അസാഅത്തിന് പണ്ട് കാലത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അറബി സാഹിത്യത്തിലൊക്കെ അർത്ഥം പറഞ്ഞത് ഒരു ക്യാമൽ, ഒട്ടകം, അത് ഒറ്റയ്ക്കിരിക്കുന്ന സമയം. ക്യാമല് സാധാരണ യാത്രക്കൊക്കെ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് അതിന് ഒറ്റയ്ക്ക് ഇരുത്തുന്ന ഒരു ടൈം ഉണ്ടല്ലോ, റെസ്റ്റിംഗ് ടൈം, അതുമായിട്ട് മാത്രം ഒറ്റയ്ക്കിരിക്കുന്നത്, അതിന് സാഅത്ത് എന്ന് പറയും. പിന്നെ മനുഷ്യന്മാർ തന്നെയും ഒരു ഏകാന്തമായിരിക്കുന്ന സമയത്തിന് അസാഅത്ത് പറയും. അതുപോലെ തന്നെ അതൊരു പെട്ടെന്ന് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമ്മളെ പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു സംഗതിക്ക് അസാഅത്ത് എന്ന് പറയും. പിന്നെ ഒരു പെണ്ണൊട്ടകം, അതിന്റെ ബേബി, ആ പെണ്ണൊട്ടകത്തിന്റെ കുഞ്ഞ് അതൊരു വലിയ മറ്റൊരു മൃഗം, ഒരു വന്യമൃഗമൊക്കെ വന്ന് കടിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ കടിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ചെറിയ കുഞ്ഞ് ഒട്ടകത്തെ ഒരുപാട് സമയം ജീവിക്കാൻ സമയം കിട്ടൂലല്ലോ അതിന്, അല്ലെ? പ്രസവിച്ച ഉടനെ, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും മറ്റ് മൃഗങ്ങളൊക്കെ ഈ ഇത്തരം കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് നോക്കി നടക്കും. ഇളം ഇറച്ചി തിന്നാന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട. അപ്പൊ ആ ചെറിയ സമയം ജീവിക്കുന്ന കുറഞ്ഞ സമയത്തിന് അസാഅത്ത് എന്ന് പറയും. അന്നത്തെ അറബി സാഹിത്യത്തിൽ ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ അസാഅത്ത് എന്ന അന്ത്യനാളിന് അള്ളാഹു ഉദ്ദേശിക്കാനുള്ള കാരണം എന്താ? ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്, വെരി ക്വിക്കലി, വളരെ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്ന ബഗ്തത്തൻ എന്ന് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. ഖുർആനില് ഇപ്പൊ സൂറത്ത് ഫുസ്സിലത്തില് പറയുന്നുണ്ടത്, അഫ അമിന അല്ല, അങ്ങനെയല്ല, മിൻ ഖബ്ലി അൻ യഅതിയകും അദാബു മിനല്ലാഹി ബഗ്തത്തൻ വഅൻതും ലാ തശ്ഉറൂൻ. ആയത്തിന്റെ കൃത്യമായ ഉദ്ധരണി തെറ്റിയിടുന്നതാണ്. അതായത് പെട്ടെന്ന് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ വരുന്നതിന് മുമ്പ് നിങ്ങൾ വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ. അള്ളാഹുവിന്റെ ശിക്ഷ പെട്ടെന്ന് വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കണം, നേരത്തെ തന്നെ വിശ്വസിക്കണം എന്ന് പറയുന്നത്. ഇനി അന്ന വഅദല്ലാഹി ഹഖ് എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ പ്രോമിസ് അത് ട്രൂ ആണ്, അത് സത്യമാണ്. അള്ളാഹുവിന്റെ എല്ലാ പ്രോമിസും സത്യമാണ്. ഒരുപാട് പ്രോമിസ് ഉണ്ടല്ലോ അള്ളാഹുവിന്. എന്തൊക്കെയാ പ്രോമിസ്? അന്ത്യനാളിനെ കുറിച്ചുണ്ട്, സ്വർഗത്തെ കുറിച്ച് പ്രോമിസ് ഉണ്ട്, നരകത്തെ കുറിച്ച് പ്രോമിസ് ഉണ്ട്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച്, അതിനൊക്കെ അള്ളാഹു വഅദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു കാന വഅദുഹു മഅതിയ, സ്വർഗത്തിൽ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം സത്യമാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? സത്യവിശ്വാസികളെ അള്ളാഹു സംരക്ഷിക്കും, അതാണ്. ഈ ഗുഹാവാസികളെ അള്ളാഹു സംരക്ഷിക്കും എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമായിരുന്നു. അത് അള്ളാഹു സത്യമാക്കി കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ സത്യവിശ്വാസികളുടെ ഹുദ, അവർ ആത്മാർത്ഥതയുള്ളിടത്തോളം കാലം അള്ളാഹു ആ ഹുദ അവർക്ക് ഉറപ്പാക്കും. അതും ഇവിടെ ഈ കേസിൽ സംഭവിച്ചു. അതാണ് കേട്ടാ. പിന്നെ വിശാലമായിട്ടുള്ള എല്ലാ പ്രോമിസും, പ്രത്യേകിച്ച് അന്ത്യനാളിനെ കുറിച്ചുള്ള അതും അള്ളാഹുവിന്റെ പ്രോമിസാണ്. ഒരു സംശയവുമില്ലാത്ത സംഗതിയാണ് സാഅത്ത് എന്നുള്ളത്. ഇനി റൈബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു 3 വാക്കുകളുണ്ട് അല്ലെ? ഏതൊക്കെ വാക്ക് പറഞ്ഞ? ഷക്ക്, മിറിയത്ത്, റൈബ് അല്ലെ? മിറിയത്ത് എന്നാ പറയാം. മിറാ അതിന്റെ മറ്റൊരു ഫോമാണ്. അപ്പൊ മിറാ എന്ന് പറയുമ്പോൾ അത് തർക്കിക്കുന്ന അവസ്ഥയ്ക്കാ പറയാം. മിറിയത്ത് എന്ന് പറഞ്ഞാൽ സംശയം കേട്ടാ. ഷക്ക്, മിറിയത്ത്, റൈബ് ഇതിനൊക്കെ സംശയം എന്നുള്ള വാക്കിനാണ്. പക്ഷെ തമ്മിൽ ചില വ്യത്യാസമുണ്ട്. ഷക്ക് എന്ന് പറഞ്ഞ എപ്പോഴാ?
നമ്മൾ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഇതാണോ അതാണോ അല്ലെ, മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ ബൽഹും ഫീ ശക്കിൻ, അതായത് ഏതാണ് ശരി എന്നത് നമുക്ക് സംശയം ഉണ്ടാകുന്ന ഒരു സംഗതിക്കാണ് എന്ത് ഷക്ക് എന്ന് പറയാം. രണ്ട് സംഗതി ഉണ്ട്, ഇതിലേതാ ശരി എന്ന് നമുക്ക് സംശയം ഉണ്ടാകുമ്പോൾ അതിന് ഷക്ക് എന്ന് പറയും. മിറിയത്ത് എന്ന് പറഞ്ഞാല് ഒരാള് ഒരു കാര്യം വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ ഇങ്ങനെ സത്യമായിട്ട് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ആർഗ്യുമെന്റിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ അയാൾക്ക് തന്നെ സംശയമായി, ഇപ്പറഞ്ഞ ശരിയാണോ തെറ്റാണോ എന്ന് അയാൾക്ക് തന്നെ സംശയം ഉണ്ടായി. അതിനാണ് എന്ത് പറയാ മെറിയത്ത്. അതുകൊണ്ടാണ് അതിനെ തർക്കം എന്നും കൂടി പറയുന്നത്. അതായത് ഒരു പോയിന്റ് ഒരാൾ വാദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു പോയിന്റ് പറയുന്നു. അപ്പൊ അയാൾക്ക് അതിൽ തന്നെ താൻ പറയുന്നതിൽ തന്നെ സംശയം ഉണ്ടായി. ഇപ്പൊ ചിലര് ഇങ്ങനെ തള്ളുമല്ലോ അല്ലെ, നമ്മൾ പറയാമല്ലോ തള്ളി മറിക്കുന്ന ചിലര് അല്ലെ. ഇത് വല്ലാതെ തള്ളുമ്പോ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞാൽ അയാൾക്ക് തന്നെ ആ തള്ളലില് സംശയം വരൂലേ? തള്ളാറുണ്ടാ? ഓക്കെ, അതാണ് എന്ത് മിറിയത്ത്. ഇനി അതായത് ഒരു വാദം, ഒരു അവിശ്വസനീയമായ വാദം ഒരാൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം മറ്റൊരാൾ പറയുമ്പോൾ ഉണ്ടാകുന്ന സംശയത്തിന് മിറിയത്ത് എന്ന് പറയും. അതുകൊണ്ടാണ് ഫല തുമാരി ഫീഹിമില്ല മിറ അല്ലാഹിറ, അത് വരുന്നുണ്ട് നമുക്ക് ഇനി ശേഷം വരുന്നുണ്ട്. റൈബ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. റൈബ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതുവരെ വിശ്വസിച്ചു പോകുന്ന ഒരു കാര്യത്തിൽ തന്നെ ചില സംശയങ്ങൾ കടന്നുകൂടുക. ഇപ്പോ ദീനില് പല ആളുകൾക്കും ദീനിങ്ങനെ വിശ്വസിച്ച് ചെറിയ പ്രായത്തിൽ, പ്രത്യേകിച്ച് കുട്ടികൾ ചെറിയ പ്രായത്തിൽ നന്നായിട്ട് ഖുർആൻ ഒക്കെ ഹിഫദാക്കും, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കും, ദീനി ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കും. പക്ഷെ വലുതായി കഴിയുമ്പോൾ ഏതെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ യൂട്യൂബ് വീഡിയോയോ അല്ലെങ്കിൽ മറ്റു വല്ല പ്രസംഗങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒപ്പം കൂടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് തന്നെ എന്ത് വരും, ദീനിന്റെ സംശയം വരും. അതിനാണ് റൈബ് എന്ന് പറയാം. മനസ്സിലായോ? അതിൽ പിന്നെ അവർക്ക് ഉറക്കം നഷ്ടപ്പെടും, അവർ ഡിപ്രസ്ഡ് ആവും, ആങ്ഷ്യസ് ആവും, ഇങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ. അത് ചെറുപ്പത്തിൽ നമുക്കിപ്പോൾ അന്ത്യനാളിനെ കുറിച്ച് പറയുമ്പോഴും വിധി ദിനത്തെ കുറിച്ച് പറയുമ്പോഴും സ്വർഗനരകങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ മനസ്സിലാക്കി പോവും. പക്ഷെ ഒരു പ്രായമെത്തുമ്പോൾ ഇതൊക്കെ ഉണ്ടാവോ എന്ന് സംശയം വരും. അതാണ് ശരിക്ക്, അതുകൊണ്ടാണ് ലാ റൈബ ഫീഹി എന്ന് അല്ലാഹു ആവർത്തിച്ച് പറയുന്നത്. ഇതിലൊരു സംശയത്തിനിടയില്ല, നിങ്ങൾക്ക് നിസ്സംശയം വിശ്വസിക്കാവുന്ന ഒരു സംഗതിയാണ്. അത് ഗൈബിലുള്ള വിശ്വാസം ഒരു സംശയത്തിനിടയില്ലാതെ നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന അർത്ഥത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ഉണ്ടാകാൻ പാടില്ല, അതിൻ്റെ അകത്ത് സംശയം ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. അപ്പം ഇനി അതാണ് റൈബിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ അന്ന സാഅത ലാ റൈബ ഫീഹ, അതിൻ്റെ അകത്ത് ഒരു സംശയത്തിനും ഇടയില്ല. ഇനി ഇത് യതനാസഊന ബൈനഹും അംറഹും, അവര് പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞില്ല. തനാസ എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു സംഗതി വേറൊരു സംഗതി നിന്ന് വലിച്ചെടുക്കുന്നതിനാണ് തനാസ എന്ന് പറയാം. ഒരു സംഗതി വേറൊരു സംഗതി നിന്ന് വലിച്ചെടുക്കുക, പുൾ ഔട്ട്. സാധാരണഗതിയിൽ അത് ആലങ്കാരികമായി പ്രയോഗിക്കുന്ന എന്തിനാണ്, ആളുകൾ തമ്മിലുള്ള തർക്കം. ആ തർക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പോയിന്റ് ഇങ്ങോട്ട് വലിച്ചെടുക്കണം, നമ്മുടെ പോയിന്റ് കൃത്യമായി സ്ഥാപിച്ചെടുക്കണം. അതുകൊണ്ടാണ് തനാസ പറയാം. നസഅ ഇല അബീഹി എന്ന് പറഞ്ഞാല് ഒരു കുട്ടി തന്റെ പിതാവിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുക, ഒരു ഉമ്മയെക്കാളും വാപ്പയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നസഅ ഇല അബീഹി എന്ന് പറയും, അല്ലെങ്കിൽ നസഅ ഇല ഉമ്മിഹി, തിരിച്ചും കേട്ടാ അങ്ങനെ പറയും. ഇമാം ഷൗക്കാനി ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ഗുഹാവാസികളുടെ കണ്ടുപിടുത്തം, അത് ഈ ആർഗ്യുമെന്റ് നടക്കുന്ന സ്ഥലം, അതായത് ഇവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇവരെ കണ്ടെത്തിയത് എന്നാണ് ഇമാം ഷൗക്കാനി ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒന്നത്. രണ്ടാമത്തത്, ഈ കണ്ടെത്തിയതിനു ശേഷം ഈ ആളുകൾ തർക്കിച്ചതിനെ കുറിച്ചാണ്. എന്ത്, ഇവരെ കണ്ടെത്തി, ഗുഹാവാസികളെ കണ്ടെത്തിയതിനു ശേഷം പിന്നെ ഇവർ തർക്കിച്ചു. എന്താ തർക്കിച്ചത്, ഇവർക്ക് വേണ്ടി എന്തുണ്ടാക്കണം, ഒരു മോണിമെന്റ് ഉണ്ടാക്കണോ അല്ല ഒരു പള്ളി ഉണ്ടാക്കണോ? അപ്പൊ അതിനെക്കുറിച്ചാണ് ഇത് യതനാസഊന ബൈനഹും അംറഹും എന്ന് പറയുന്നതിന്റെ കാരണം. ഇനി ഇമാം ഷൗക്കാനി തന്നെ മറ്റൊരു സാധ്യതയും കൂടി പറയുന്നത്, ഇത് ഈ ആ രാജ്യത്തിലെ ആളുകൾ അവർ പരസ്പരം ഒരുപാട് കാലമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത്, ഗുഹാവാസികൾ എവിടെയാണ് പോയത്, എവിടേക്കാണ് അപ്രത്യക്ഷമായത്, ആ വിഷയം തന്നെ അവരുടെ കാര്യത്തിൽ തർക്കത്തിന്റെ കാരണമായിരുന്നു എന്നർത്ഥം. അപ്പം
തർക്കം ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള തർക്കമായിരുന്നില്ല, മറിച്ച് ഈ ഗുഹാവാസികളെ കുറിച്ചുള്ള തർക്കമായിരുന്നു എന്നാണ് ഇമാം ഷൗക്കാനി അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി അതായത് ഇവര് പിന്നെ ഗുഹാവാസികളെ കുറിച്ചുള്ള തർക്കമാണ് ആയിരുന്നു എന്നതിന് തെളിവായിട്ട് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, ഈ കെയ്വിന്റെ ഈ ഗുഹയുടെ വാതിലില് ഇവരുടെ കഥ നേരത്തെ തന്നെ എഴുതി വച്ചിരുന്നു. എന്നിട്ട് ഇവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ പേരും ഒക്കെ അവിടെ എഴുതി വെച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അപ്പം ശരിക്കൊരു ഇതിനകത്തൊക്കെ ഇത്തരം പിന്നെ ഒരുപാട് വിശദീകരണങ്ങൾ പല മുഫസ്സിറുകളുടെ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏതാണ് പിന്നെ ക്രിസ്ത്യൻ വേർഷൻ, ഏതാണ് മുസ്ലിം വേർഷൻ എന്നതിനെ കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ ശരിക്കും ഖുർആാനിന്റെ കഥയിൽ ഉറച്ചു നിൽക്കണം കേട്ടോ. ഖുർആാനിന്റെ വിവരണത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. അതിനെന്താണ് അതിനകത്ത് പിന്നെ ഇവര് ഖുർആന്റെ വിവരണം അനുസരിച്ച് ഇവർ എഴുന്നേറ്റു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ആ എഴുന്നേറ്റപ്പോഴാണ് ഇവരെ ആളുകൾ കണ്ടെത്തിയത്. പക്ഷെ ക്രിസ്ത്യൻ വേഷനിൽ എന്താ, ഇവരവിടെ തന്നെ മരിച്ചു കിടന്നു. ആ മരിച്ചു കിടന്ന ആ ഗുഹയപ്പാട് അവര് എന്ത് ചെയ്തു, മൺമറഞ്ഞു പോയി, ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ക്രിസ്ത്യൻ വേഷൻ. മനസ്സിലാവണ്ട? അതായത് ഗുഹാവാസികൾ എഴുന്നേറ്റത് ആരും കണ്ടിട്ടില്ല. ഗുഹാവാസികൾ എഴുന്നേറ്റത് ആരും കണ്ടിട്ടില്ല. അവർ ആ ഗുഹയിൽ കുറെ കാലം ഉറങ്ങിക്കിടന്നു, പക്ഷെ അവർ അതിനുശേഷം അവിടെ തന്നെ മരിച്ചു പോവുകയാണ് ചെയ്തത്. ഈ നാണയമായിട്ട് പുറത്തു പോവുകയോ ആളുകൾ അവരെ കണ്ടെത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഖുർആൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. മറിച്ച് അങ്ങനെയല്ല, ഇവരെഴുന്നേറ്റു, ആ നാട്ടുകാർ അവരെ കണ്ടു, അവരുമായിട്ട് സംസാരിച്ചു. പ്രത്യേകിച്ച് ആ രാജാവ് വന്നു, ഇവരോട് സംസാരിച്ചു. രാജാവ് വന്നാലും ഇല്ലെങ്കിൽ നാട്ടുകാർ അവരെ കണ്ടു എന്നുള്ളത് ഖുർആന്റെ ഈ വിശേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്തുള്ളത് അതാണ്. ഇപ്പൊ ബൈബിളിന്റെ ആ വിശേഷണത്തെ, അല്ലെങ്കിൽ ബൈബിൾ അല്ല, ക്രിസ്ത്യൻ അക്കൗണ്ട്, ബൈബിളിൽ ഇത് പറയുന്നില്ലല്ലോ, കാരണം ബൈബിളിന് ശേഷമാണ് ഈ സംഭവം. ഖുർആാനിന്റെ ഈ വിശേഷണത്തെ ഈ പിന്നെ സ്റ്റോറി, ഖുർആന്റെ ഈ കഥ പറച്ചിലിനെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല ഇവരെ ഇത്രയും ഉറക്കിക്കിടത്തിയതും ഇവരുടെ കഥ ഈ ഖുർആനിൽ പറയുന്നതും ആ ഉറക്കിക്കിടത്തിയതിനു ശേഷം ഇവരെ എഴുന്നേൽപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ടും പറയുന്നത് എന്താ, പരലോകം സംഭവിക്കും. ആളുകൾ അവരുടെ മരണശേഷം അവർക്കൊരു ജീവിതം ഉണ്ടാകും. ആ ജീവിതത്തിൽ പിന്നെ ഒരു ഖബറിലെ ഒരു ജീവിതമുണ്ട്, ബർസഖിയായ ഒരു ജീവിതമുണ്ട്. അതിനുശേഷം സാഅത്ത് സംഭവിക്കും, അന്ത്യനാൾ സംഭവിക്കും. ആ അന്ത്യനാളിന് ശേഷം എല്ലാവരും ജീവിക്കും. ഈ ഒരു പോയിന്റാണ് അന്തിമമായിട്ട് ഈ സ്റ്റോറിയിൽ നിന്ന്, ഗുഹാവാസികളുടെ സ്റ്റോറിയിൽ നിന്ന് അള്ളാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കേട്ടോ. ഇനി ഈ തനാസ എന്ന് പറഞ്ഞല്ലോ, ഇവർ തർക്കിച്ചത് എന്തിനെ കുറിച്ചാണ്, ഇവരെന്താണ് ഈ പിന്നെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ എന്തിനെ കുറിച്ചാണ് തർക്കിച്ചത്? അതിലൊന്ന് തർക്കിച്ച ഒരു പോയിന്റ് ഇതാണ്, എന്ത്, മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ് അവർ തർക്കിച്ചത്. മരണാനന്തര ജീവിതം ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളായിരുന്നു അവര്. പക്ഷെ അവരുടെ മുമ്പിൽ ഈ ഗുഹാവാസികൾ എഴുന്നേറ്റപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവർക്ക് വെളിവായി. എന്ത്, ഇത്രയും കാലം ഈ വിഭാഗത്തിലെ ആളുകൾക്ക് ഉറങ്ങിക്കിടക്കാമെങ്കിൽ അതിനുശേഷം മനുഷ്യർ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകളെയും അള്ളാഹുവിനെ എഴുന്നേൽപ്പിക്കാൻ യാതൊരു പ്രയാസവുമില്ല എന്ന ഒരു പോയിന്റാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇതിലൂടെ പ്രൂവ് ചെയ്തത് കേട്ടോ. ഇനി വേറൊരു തർക്കത്തിന്റെ മറ്റൊരു കാര്യം പറയുന്നത്, നമ്മൾ എന്തുണ്ടാക്കണം, ഈ ആളുകളെ കണ്ടെത്തിയല്ലോ. അപ്പോ ഒരു കൂട്ടർ പറഞ്ഞെന്താ, ഇബ്നു അലൈഹിം ബുനിയാനൻ, ഇവിടെ മേൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം, ഒരു മോണുമെന്റ് ഉണ്ടാക്കാം, ഒരു സ്മാരകം അവർക്ക് വേണ്ടി പണിയാം. അപ്പോ അതെന്തിനായിരിക്കും അവർ ഉദ്ദേശിച്ചത്? ഭാവിയിൽ ആളുകൾ വരുമ്പോ ഈ സ്ഥലം ഒരു പരിശുദ്ധമായ സ്ഥലമായി കാണണം. ഇതിനെ ഒരു ആളുകൾ നശിപ്പിക്കുന്ന ഒരു സ്ഥലമായിട്ട് കാണരുത്, അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമുള്ള സ്ഥലമായിട്ട് ഇതിനെ കാണണം എന്ന നല്ല ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞത് എന്ന ഒരു പോയിന്റ് ഉണ്ട്. അതുകൊണ്ടാണ് റബ്ബുഹും അലമു ബിഹിം എന്ന് പറയുന്നത്. എന്താ റബ്ബുഹും അലമു ബിഹിം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റബ്ബുഹും അലമു ബിഹിം, ഏറ്റവും അവരെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നിങ്ങളുടെ നാഥനാണ് എന്ന് പറഞ്ഞാൽ, ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തമ്മിൽ തർക്കമുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും, നമ്മൾ ഇവർക്ക് ഒരു സ്മാരകം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും,
ഇവരെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് ആർക്കറിയാം? അള്ളാഹുവിന് അറിയാം. അപ്പൊ അള്ളാഹു അത് സംരക്ഷിച്ചോളും ആ ബിൽഡിങ് എന്ന് അവർ പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോ വല്ലാതെ തർക്കിക്കേണ്ടതില്ല, നമ്മളത് വിട്ടേക്കൂ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. രണ്ടാമതൊരു പോയിന്റ് റബ്ബുഹും ആലം ബിഹിം എന്നുള്ളത് അള്ള പറയുന്നതാണ്. അള്ള പറയുന്നത് അവരുടെ നാഥന് അവരെ കുറിച്ച് നന്നായിട്ട് അറിയാം. നിങ്ങളിങ്ങനെ വല്ലാതെ തർക്കിക്കേണ്ടതില്ല, ബിൽഡിംഗ് ഉണ്ടാക്കണോ പള്ളി ഉണ്ടാക്കണോ എന്നുള്ളത് നിങ്ങൾ വല്ലാതെ തർക്കിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് അള്ളാഹുവിനറിയാം. കാരണം ഇത്രയും വർഷം ഒരു ഭക്ഷണം കഴിക്കാതെ ഇവരുടെ ബോഡി ഒന്നും നശിച്ചു പോകാതെ സൂക്ഷിച്ചത് അള്ളാഹു അല്ലേ? ആ അള്ളാഹുവിന് ഇവരുടെ പേരും പിന്നെ ഇവരുടെ സൽപ്രവൃത്തിയും ഒക്കെ സൂക്ഷിക്കുന്നതിന് ബിൽഡിംഗ് ഉണ്ടാക്കണം, ഒരു സ്മാരകം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ഒരാൾ മരിച്ചാല് അയാളുടെ ഓർമ്മ സംരക്ഷിക്കാൻ എന്നുള്ള പേരിൽ എന്ത് ചെയ്യും? പ്രതിമ ഉണ്ടാക്കും അല്ലെ? എന്നിട്ട് ആ പ്രതിമ പിന്നെ എന്തിനാ ഉപയോഗിക്കാം? കാക്കകൾക്ക്. ഒന്നുകിൽ ആളുകൾ പോയിട്ട് അവിടെ പുഷ്പം അർപ്പിക്കും, കുറെ കാലമൊക്കെ പുഷ്പചക്രമൊക്കെ അർപ്പിക്കും. പക്ഷെ പിന്നെ കാക്കകൾക്കൊക്കെ വന്ന് ഇഷ്ടം പോലെ കാഷ്ടിക്കാനുള്ള ഒരു സ്മാരകമായിട്ട് അത് മാറും അല്ലെ, രാത്രി വന്ന് താമസിക്കും. അപ്പോ അത് ഈ ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്, റബ്ബുഹും ആലം ബിഹിം. അപ്പൊ അള്ള പറയാണ് നിങ്ങൾ വല്ലാതെ തിരക്കേണ്ട ഒരു ആവശ്യമില്ല, ഈ മനുഷ്യരുടെ സൽപ്രവൃത്തിയെ കുറിച്ച്, ഇവരുടെ പേര് നിലനിർത്തുന്നതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. റബ്ബുഹും ആലം ബിഹിം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇനി ഖാലല്ലദീന ഗലബു അലാ അംരിഹിം, അധികാരികളായിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞതില്ല നത്തഹിദന്ന അലൈഹിം മസ്ജിദ്, നമുക്കൊരു പള്ളി ഉണ്ടാക്കാം. അപ്പൊ ചിലർ പറയുന്നുണ്ട് ഈ പള്ളി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവരാരായിരിക്കണം? മുസ്ലിങ്ങളായിരിക്കണം. കാരണം മുസ്ലിങ്ങളാണല്ലോ പള്ളി ഉണ്ടാക്കുക. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. മരിച്ച ആളുകൾക്ക് വേണ്ടി ആ മരിച്ച സ്ഥലത്ത് പള്ളി ഉണ്ടാക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ പണിയാണോ? സാധാരണ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യോ? പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞിട്ടില്ലേ, എന്ത്, നിങ്ങൾ എന്റെ ഖബറിനെ ആരാധനയ്ക്കുള്ള ഒരു സ്ഥലമാക്കി മാറ്റരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞല്ലേ. അപ്പോ ആ ഒരു വിശദീകരണത്തിൽ എന്തില്ല, അവർ മുസ്ലിങ്ങളായിരുന്നു എന്നതിന് അത് തെളിവല്ല. ചിലപ്പോ ഒരു പക്ഷെ അങ്ങനെ ഉണ്ടല്ലോ, പലപ്പോഴും ആളുകൾ ചിന്തിക്കുക എന്താ, കുറച്ച് ആളുകൾ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവരോടുള്ള ഇഷ്ടം എന്തായിട്ട് മാറണം? നമുക്ക് പ്രകടിപ്പിക്കണം, ഇങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷെ അത് ഇസ്ലാമിന്റെ വഴിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. കാരണം അങ്ങനെയാണ് ഈ പിന്നെ പലപ്പോഴും ഷിർക്ക് ഉണ്ടായി വരിക. ഷിർക്ക് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഖബറിനെ ആരാധിക്കുക എന്നുള്ളതൊക്കെ പതുക്കെ പതുക്കെ മുസ്ലിം സമൂഹങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. വിശ്വാസികളുടെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ട് ഇപ്പൊ പ്രവാചകന്മാരൊക്കെ ഇപ്പൊ നമുക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തം ആ ബനു ഇസ്രായേലിന് കാണിച്ചു കൊടുത്തു അല്ലെ. എന്തായിരുന്നു അത്? ചെങ്കടൽ പിളർന്നിട്ട് അതിന് നടുക്ക് കൂടെ അവരെ നടത്തിക്കൊണ്ടുപോയി അല്ലെ. അങ്ങനെയല്ലേ ഫിറൗന്റെ അടുത്ത് അവരെ രക്ഷിച്ച ആ ചെങ്കടലില് അത് യോജിപ്പിച്ചിട്ട് ആരെ കൊന്നു? ഫിറൗനെ കൊന്നു. പക്ഷെ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെത്തിയപ്പോ ഇതേ ജനത എന്താ കണ്ടത്? അവരെന്താ കണ്ട? അവര് നോക്കുമ്പോ ഒരു വിഭാഗം ആളുകൾ ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന് ഒരു ബിംബത്തെ പൂജിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു, മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അല്ലെ, അവർക്ക് ഒരുപാട് ദൈവങ്ങൾ ഉള്ള പോലെ നമുക്കൊരു ഇലാഹിനെ കൊണ്ടുതാ. അപ്പോ ഏറ്റവും വലിയ ഇലാഹിന്റെ സംരക്ഷണത്തിൽ അവരെ രക്ഷപ്പെട്ട് പോന്ന ആളുകളാണ്. ഇത് മനുഷ്യരുടെ ഒരു സൈക്കിളിൽ പെട്ടതാണ്. എന്ത്? ദൈവം എന്ന് പറഞ്ഞ ഒരു കാണുന്ന സംഗതി ആയിരിക്കണം. എന്തെങ്കിലും ഒന്ന് പൂജിക്കാനൊക്കെ വേണം, ഒരു വിഗ്രഹം, ഒരു ദർഗ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മക്ബറ, ഇതൊക്കെ വേണം എന്നുള്ളത് ആളുകളുടെ മനസ്സിൽ പലപ്പോഴും കയറിക്കൂടുന്ന ഒരു അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അതിര് കടന്ന ഒരു വിശ്വാസമാണ്. അതിന് ഈ ദീനിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത്തരം ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫീ മറളിഹിൽ ലദീ ലം യഖും മിൻഹു, മരണപ്പെട്ട അസുഖാവസ്ഥയിൽ, അതായത് അവസാനം മരണാസന്നനായി കിടക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ലഅനല്ലാഹുൽ യഹൂദ് വന്നസാറ, അള്ളാഹു ജൂതന്മാരെയും നസാറാക്കളെയും ശപിച്ചിരിക്കുന്നു. കാരണം എന്തറിയോ? ഇത്തഖദു ഖുബൂർ അംബിയാഅഹും മസാജിദ്, അവരവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ പള്ളികളായിട്ട് സ്വീകരിച്ചു. ഇമാം ഷൻഖീത്തി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വിഭാഗം ആളുകളുടെ ഖബറില് ആ ഖബറിൽ പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്
പിന്നെ ശപിക്കപ്പെട്ട ആളുകളുടെ ലക്ഷണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രത്യേകമായി ശപിച്ചിരിക്കുന്നു. അത് മുസ്ലിങ്ങളുടെ ആചാരമല്ല എന്നത് ഈ ഹദീസിന്റെ തെളിവ് അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. ഇത് സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആചാരമില്ല. ഖബറിൽ കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കുന്ന, അവർക്ക് വേണ്ടി ഒരു മഖബറ, അവർക്ക് വേണ്ടി ഒരു റൗള, എന്നിട്ട് അതൊരു വലിയ വരുമാന മാർഗം എല്ലാ വർഷവും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പ്രധാനപ്പെട്ട നേർച്ചകളും ഉറൂസുകളൊക്കെ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ അത് മരിച്ചുപോയ ആളുകളുടെ ഒരു പക്ഷെ ആ മരിച്ചുപോയ ആളുകൾ നല്ല മഹാന്മാരായിരിക്കും. പക്ഷെ അവരുടെ കബറുകൾ കെട്ടിപ്പൊക്കിയിട്ട് അവിടെ ഒരു ആചാരവും പലപ്പോഴും മറ്റു പല ജനവിഭാഗങ്ങളിൽ നിന്നും കടമെടുത്ത ആചാരങ്ങളാണ് അവിടെയൊക്കെ നടക്കാറ്. ആന, പിന്നെ വലിയ പടക്കം പൊട്ടിക്കുക, അല്ലെ നേർച്ച, ഇങ്ങനെയൊക്കെ ഒരുപാട് ആചാരങ്ങൾ. അതൊക്കെ വാസ്തവത്തിൽ അള്ളാഹു ശപിച്ച ഒരു വിഭാഗം ആളുകളുടെ പിന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ ഒരു സംഗതിയെക്കുറിച്ച്. അപ്പൊ ഈ പറയുന്ന ആളുകളൊന്നും എന്തല്ല യഥാർത്ഥ മുസ്ലിങ്ങളല്ല, മറിച്ച് ഇത്തരം ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് മാത്രമല്ല. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ പലയിടത്തും വളരെ ഫേമസ് ആണ് ഇത്തരം സ്ഥലങ്ങളല്ലേ. ഫേമസ് എന്ന് പറയുന്നത് ഇൻഫേമസ് ആണ്. വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ട് വിളക്ക് കത്തിക്കാൻ പൈസ ഇടുക, നേർച്ച ഇടുക, അതൊക്കെ നമ്മുടെ ഒരു വലിയ കർമ്മമായിട്ട് കാണുന്ന ആളുകൾ ധാരാളമുണ്ട്. ശരിക്കും വാസ്തവത്തിൽ അതൊക്കെ അത്തരം അള്ളാഹു ശപിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായിട്ടുള്ള പാഠം. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല ഇവരെ അനശ്വരരാക്കിയിരിക്കുന്നു. ഈ ഗുഹാവാസികൾ അനശ്വരാക്കി. ആ അനശ്വരരാക്കിയതിന്റെ തെളിവെന്താ? അള്ളാഹു ഇവരെ അനശ്വരരാക്കി എന്നുള്ളതിന്റെ തെളിവെന്താ? അള്ളാഹു ഈ ഗുഹാവാസികളെ അനശ്വരരാക്കി എന്നതിന് തെളിവെന്താ? നമ്മളിപ്പോ ഇത് വായിച്ചുകൊണ്ടിരിക്കല്ലേ, നമ്മൾ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അവർ അനശ്വരരാണ്, എറ്റേണൽ. അതിനേക്കാൾ അപ്പുറം ഏതെങ്കിലും ഒരു അവിടെ പള്ളി പോകണം നമ്മള്. അതേസമയം ചരിത്രപരമായ ഒരു സ്ഥലം എന്നുള്ള നിലക്ക് നമ്മൾ ആ സ്ഥലം കാണാൻ പോകുന്നതിനൊന്നും തെറ്റൊന്നുമില്ല, ചരിത്രപരമായ ഒരു സ്ഥലം എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു പള്ളി ഉണ്ടാക്കുക, നേർച്ച നടത്തുക, ചന്ദനത്തിരി കത്തിച്ചു വെക്കുക, പടക്കം പൊട്ടിക്കുക, അവിടെ പോയിട്ട് അവരോട് പ്രാർത്ഥിക്കുക, അവരൊരു മുഖദ്ദിസായ സ്ഥലമായിട്ട് കാണാം, ഇതൊക്കെ ഇസ്ലാമിന് നേരെ വിരുദ്ധമാണ്. അപ്പം ഒരു വിഭാഗം ആളുകളെ സ്മരിക്കുന്നതിന് അള്ളാഹു അവരെ സ്മരിച്ചു എന്നത് തന്നെ തെളിവാണ്. ഈവൻ നമ്മുടെ തന്നെ കാര്യത്തിൽ പോലും നമ്മളൊക്കെ ഓരോ സംഗതി ഉണ്ടല്ലോ. അപ്പോ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഏറ്റവും നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെടേണ്ടത് എവിടെയാണ്? ചില ആളുകൾക്ക് എനിക്ക് ശേഷം എൻ്റെ പേര് നിലനിൽക്കണം. അത് ഒരു പള്ളിയുടെ പേര്, ഇന്ന ആളുടെ മെമ്മോറിയൽ പള്ളി, അല്ലെങ്കിൽ ഇന്ന ഒരു മദ്രസ ഇന്ന ആളുടെ പേരിൽ, ഇന്ന ഒരു സ്ഥാപനം ഇന്ന ആളുടെ പേരിൽ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട്, ഇന്ന ആളുടെ മെമ്മോറിയൽ മസ്ജിദ്, ഇന്ന ആള് മെമ്മോറിയൽ മദ്രസ. ഇതാണോ വലുത്? അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ പേര് രേഖപ്പെടുത്തപ്പെടലാണോ മഹത്വം? അള്ളാഹിന്റെ അടുത്ത് സ്വാഭാവികമാണ്. അതിനെന്താ വേണ്ടത്? അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കണം. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിയുടെ ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക്, അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഹുബ്ബക്, നിന്റെ ഇഷ്ടം, വഹുബ്ബ മൻ യുഹിബ്ബുക്, നീ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടം, വകുല്ല അമലിൻ യുഖർരിബുനാ ഇലാ ഹുബ്ബിക്, നിന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന എല്ലാ പ്രവർത്തനവും അതും എനിക്ക് ഇഷ്ടം വേണം. എന്തൊക്കെയാ ചോദിക്കുന്ന? ഒന്ന് ഹുബ്ബക്, അള്ളാഹുവെ എനിക്ക് നിന്റെ ഇഷ്ടം വേണം. ഹുബ്ബ മൻ യുഹിബ്ബുക്, നീ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടം, മലക്കുകള്, പ്രവാചകന്മാര്, ശുഹദാക്കള്, സാലിഹ്യങ്ങൾ, അവരുടെയൊക്കെ ഇഷ്ടം എനിക്ക് വേണം. പിന്നെ വകുല്ല അമലിൻ യുഖർരിബുനാ ഇലാ ഹുബ്ബിക്, നിന്റെ ഹുബിലേക്ക് എന്നെ എത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് ഇഷ്ടമായിട്ട് മാറണം. അപ്പൊ നോമ്പുകൾ വരുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ? നോമ്പ് എന്റെ അജണ്ടകളൊക്കെ തെറ്റിക്കുന്ന, സാധാരണ ഉള്ള കാപ്പി കുടിക്കാൻ പറ്റൂലല്ലോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ലല്ലോ, ഉച്ചക്ക് ചോറ് തിന്നാൻ പറ്റില്ലല്ലോ, ഇതല്ല എന്റെ ചിന്ത. നോമ്പ് ഏറ്റവും, കാരണം അസൗമുലി വ അന അജ്സി ബിഹി എന്നുള്ള പറഞ്ഞതാണല്ലോ, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് ഇതിന് പ്രതിഫലം കൊടുക്കുക. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ 4 റക്അത്തിന് ഇത്ര പ്രതിഫലം, ഖുർആൻ ഓതുമ്പോൾ ഓരോ ഹർഫിനും ഇത്ര പ്രതിഫലം,
സദക്ക ചെയ്യുമ്പോൾ ഓരോ ദിർഹത്തിന്, ഓരോ റിയാലിന്, ഓരോ രൂപയ്ക്ക് ഇത്ര പ്രതിഫലം. ഇതൊക്കെ എണ്ണി കണക്കാക്കിയിട്ടുണ്ട്. കുറെ ഉണ്ട്, കുറെയൊക്കെ. നോമ്പിന് അങ്ങനെയൊന്നുമില്ല. സൗമുലി, അസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. ആ നോമ്പിനെ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റണം. കാരണം എന്താ? നോമ്പ് നിന്നിലേക്ക് എന്നെ അടുപ്പിക്കുന്നതാണ്. രാത്രി നിന്ന് നമസ്കരിക്കുമ്പോൾ അതൊരു പ്രയാസമായിട്ടല്ല എനിക്ക് തോന്നുക. തറാവീഹ്, ഖിയാമുൽ ലൈൽ, അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. കാരണം അത് നിന്നിലേക്ക് അടുപ്പിക്കുന്നതാണ്. തസ്ബീഹും തഹ്ലീലും ഒക്കെ ചൊല്ലുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഖുർആൻ ഹിഫ്ളാക്കുന്നത്, ഖുർആൻ പഠിക്കുന്നത്, 1 മണിക്കൂർ ഖുർആൻ പഠിക്കാൻ ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ റമദാനിൽ നിരന്തരമായി ഖുർആൻ പാരായണിച്ച് അതൊരു ഖത്തം തീർക്കാൻ വേണ്ടി ഇങ്ങനെ പെടാപ്പാട് പെടുന്ന ഒരു പായ്ച്ചുപോക്കല്ല, മറിച്ച് ആത്യന്തികമായിട്ട് വളരെ ജെന്യുവിനായിട്ട്, ആത്മാർത്ഥമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഖുർആൻ ഞാൻ ഓതുമ്പോൾ അള്ളാഹ് എന്നോട് സംസാരിക്കുന്നു, അല്ലെ? ഖുർആൻ ഞാൻ ഓതുമ്പോൾ അള്ളാഹ് എന്നോട് സംസാരിക്കുന്നു. ഞാൻ ദുആ ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹിനോട് സംസാരിക്കുന്നു. നിസ്കരിക്കുമ്പോൾ ഞാൻ അള്ളാഹിനോട് സംസാരിക്കുന്നു. നമസ്കരിക്കുമ്പോൾ ഞാൻ അള്ളാഹിനോട് സംസാരിക്കുന്നു. ഖുർആൻ ഓതുമ്പോൾ അള്ളാഹ് എന്നോട് സംസാരിക്കുന്നു. ഇതൊക്കെ റമദാനില് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടമായിട്ട് മാറണം. ആ ഇഷ്ടം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേര് എവിടെ എഴുതി വെച്ചു, ആരോർത്തിരുന്നു, നമ്മൾ മരണശേഷം എത്ര ആളുകൾ ഓർത്തു. ചില ആളുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, മരിച്ചതിന് ശേഷം നമ്മൾ ആരാ ഓർക്കുക? ആരും ഓർക്കൂല, എല്ലാവരും മറന്നു. മറന്നോട്ടെ, ആര് മറന്ന എന്താ പ്രശ്നം? കൃത്യമായി ഓർക്കേണ്ട സ്ഥലത്ത് നമ്മുടെ പേരുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ ആര് മറന്നാലും നമുക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ വേണ്ടത് അതാണ്. നമ്മുടെ പേര് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ, ഈ ഗുഹാവാസികൾ ചെയ്തത് അതാണ്. ഈ ആളുകള് ബനു അലൈഹിം ബുനിയാനൻ, വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാം, മോണിമെന്റ് ഉണ്ടാക്കാം, സ്മാരകം ഉണ്ടാക്കാം, പള്ളി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചപ്പോ അള്ളാഹ് പറയണത് റബ്ബുഹും അലമു ബിഹിം, അവരുടെ റബ്ബിന് അവരെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവരുടെ സ്മാരകം അള്ളാഹുവിന്റെ അടുത്ത് പണിത് കഴിഞ്ഞു. നമ്മുടെ സ്മാരകം നമ്മൾ എവിടെ പണിയും ആണ് നമ്മുടെ ചോദ്യം. എന്തുകൊണ്ട് പണിയും? നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, ബാക്കിയാകുന്ന അമലുകൾ കൊണ്ട്, പ്രതിഫലം കിട്ടുന്ന അമലുകൾ കൊണ്ട്. മരിച്ചുപോയാലും അണമുറിയാത്ത പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന അമലുകൾ കൊണ്ട് നമ്മൾ നമ്മുടെ പേരുകൾ ശാശ്വതമാക്കുക, അനശ്വരമാക്കുക. അതാണ് ഈ ആയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഗുഹാവാസികൾ ചെയ്ത അതാണ്. അവരുടെ നാമം അവർ അനശ്വരമാക്കി. ഏതിലൂടെ? അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ പേരുകൾ രേഖപ്പെടുത്തിയതിലൂടെ അവരുടെ നാമം അവർ അനശ്വരമാക്കി. നമ്മളും വരുന്ന റമദാനിൽ പ്രത്യേകിച്ചും, അല്ലാത്തപ്പോഴും, റമദാൻ കഴിഞ്ഞാലും നമ്മുടെ നാമം അനശ്വരമാക്കുക. മഹത്തായ കർമ്മങ്ങൾ കൊണ്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ കൊണ്ട്. അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഉണ്ടോ? ഇല്ല, ഓക്കെ. അപ്പോ എല്ലാവർക്കും വളരെ സഫലമായിട്ടുള്ള ഒരു റമദാൻ ആശംസിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മള് ഇതുപോലുള്ള ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ കൂടി വ്യത്യസ്ത രൂപത്തിൽ നമ്മുടെ ഗ്രൂപ്പിലൂടെ നിരന്തരമായിട്ട് നമ്മൾ റമദാനിനെ കുറിച്ച്, റമദാനിലെ പ്രവർത്തനങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തെക്കുറിച്ച്, ഇത്തവണത്തെ നമ്മുടെ വിഷയം അതാണ്. അള്ളാഹുവിനോടൊപ്പം, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരോടൊപ്പം, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. റമദാനിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയും അതായിരിക്കും. ആ അർത്ഥത്തിൽ ഈ റമദാനിനെ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുന്ന, അതിന്റെ പൂർണ്ണമായ പ്രതിഫലം കരസ്ഥമാക്കുന്ന, അങ്ങനെ പാപങ്ങളിൽ നിന്ന് മുക്തമായിട്ട് വളരെ നിഷ്കളങ്കമായ ഒരു മനസ്സുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം ഓർക്കുക, നമ്മുടെ എല്ലാവരും നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി പരസ്പരം പാപമോചനത്തിന് അർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ മാതാപിതാക്കള്, സഹോദരങ്ങള്, അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകൾ, എല്ലാവർക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നിങ്ങളും ഒക്കെ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമഅനാ ഹാദാ ജമഅൻ മർഹൂമ വജഅൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മഹ്റൂമ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം
وتب علينا إنك أنت التواب الرحيم. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعل القرآن شفيعا لنا يوم القيامة. اللهم اجعله لنا دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم നോമ്പിന് ورحمة الله ക്ലാസ്സുണ്ടോ? وبركاته. നോമ്പിന് ക്ലാസ് ഉണ്ടാവുക? നോമ്പിന് ഞാൻ വലൈക്കും പറഞ്ഞ